നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വാഴയുടെ പിണ്ടി എടുത്ത് തോരൻ വെക്കുക. ഇത് ഞാൻ രാവിലെ ഒരു വാഴ ഇങ്ങനെ മറിഞ്ഞു വീണ് അതിൽ കൊലയും വെട്ടിക്കൊണ്ട് നാളെ കൊലയുടെ അധികം മൂത്തിട്ടില്ല, കുരുന്ന. അപ്പം ഇന്ന് നമ്മൾ പിണ്ടി തോരൻ വെക്കുന്നത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വല്യച്ഛൻ്റെ വീട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് രാവിലെ ഒരു കൊലയും മുടിഞ്ഞു വീണു. അത് ഞാൻ എടുത്തോണ്ട് വന്ന് അതിൻ്റെ പിണ്ടി എടുത്ത് ഞാനിങ്ങനെ അരിഞ്ഞെല്ലാം വെച്ച്. പക്ഷേ അങ്ങ് വെള്ളമായിരുന്നു മൊത്തം. അപ്പോൾ അതിനൊന്ന് കടുവ് ഇറക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ച് നിങ്ങളെ അതൊന്ന് രാവിലെ അരി കടന്ന് തിളയ്ക്കുന്നു. പിന്നെ ഈ തോരൻ വെക്കാനുള്ളത് ഞാൻ തൊമര ഇട്ടാണ് തോരൻ വെക്കുന്നത്. നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പം നമ്മൾ നേടി സാമ്പാർ തൊമരയില്ലേ, അത് ഇതിനകത്ത് ആ കടുവ് വറുത്തതിനകത്തോട്ട് പിന്നെ ആ 2 വറ്റൽമുളക് കൂടെ എടുത്ത് ആ കടുവ് വറുത്തതിനകത്തോട്ട് ഇടാനായിട്ട് എടുത്തതാണ്. പക്ഷേ അതപ്പോഴത്തേക്കങ്ങ് മറന്നു. ഇപ്പം നമുക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് ഇളക്കി വെക്കാം. പക്ഷേ ആ എണ്ണയ്ക്കകത്ത് വേണമായിരുന്നു. പക്ഷേ ഞാൻ അതങ്ങോട്ടങ്ങ് ഇളക്കിയപ്പോഴത്തേക്ക് അപ്പം നമുക്ക് ഈ തൊമര പക്ഷേ ഒരു കാര്യം, എളുപ്പം വേവുന്ന തൊമര തന്നെ. നമുക്ക് ആ തൊമര ഇടുന്നു. ഇപ്പം കുറച്ച് തൊമര ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാര്യം ചെയ്ത് പിണ്ടിയില്ലേ, അത് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിൻ്റെ ഇതെന്നെ നൂലങ്ങ് ഞാൻ 2 കണ്ടോ ഇത്രയോളം ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ കളഞ്ഞു. ബാക്കി ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടൊന്നു തോരൻ ഇതൊന്ന് ഇട്ടൊന്ന്. ഇതിനകത്ത് തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു ശകലം മുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. അപ്പം ഞാൻ ഒരു ശകലം മുളക് പൊടി, തോരനല്ലല്ലോ ഒത്തിരി വേണം. നമ്മുടെ അരി ഇവിടെ കിടന്ന് തിളയ്ക്കുക. ഇന്ന് ഞാൻ ഇൻഡക്ഷനെ മറ്റേത് റൈസ് കുക്കറിൽ വെച്ചില്ല, അല്ലാതെ വെച്ചു. നമ്മുടെ തോരന് കുറച്ച് ഉപ്പൂടെ നമുക്ക് ഇതിനകത്തോട്ട് എടുത്തിടാം. കുറച്ച് ഉപ്പ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് തല്ലിപ്പൊത്തി വെക്കാം. അപ്പം നമ്മുടെ ഈ തൊമര വേവണമല്ലോ, അതിന് വേണ്ടി ഒരു ശകലം കുറച്ച് വെള്ളം ചേർത്ത്. ഇത് അപ്പുറത്ത് മരം മുറിക്കുന്ന അതിൻ്റെ ഈ സൗണ്ട് കേൾക്കും മെഷീൻ്റെ. എൻ്റെ ഭയങ്കര സൗണ്ട്. ഞാൻ ഈ കതവും അടച്ചിട്ടില്ല. അപ്പം നമുക്ക് ജനൽ അങ്ങ് അടച്ച് കഴിയുമ്പോൾ കുറച്ച് സൗണ്ടിന് ചിലപ്പോൾ കുറവ്. എല്ലാം അങ്ങ് അടച്ചു എന്ന് വെച്ചാൽ അല്ലേ അങ്ങ് ഭയങ്കര സൗണ്ട്. അപ്പം നമ്മുടെ ചോറെല്ലാം റെഡിയായി കിടക്കും. ഇന്ന് അനിയനും അനിയത്തിയൊക്കെ ഒരു മരണത്തിന് പോയിരിക്കും. അപ്പോൾ അവർക്കൂടെ വൈകിട്ട് ചോറ് കൊടുക്കും. അപ്പം നമ്മൾ അതുകൊണ്ടായി ഇത്ര ഏറെ അരിയിട്ട് വെച്ചേക്കും. അപ്പം നമ്മുടെ ഇതൊന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ഒന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ ഒരു തേങ്ങ, ഞാനാണെ തേങ്ങ ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. നമുക്ക് കുറച്ച് തേങ്ങാരി ഉള്ളൂ, നമുക്കൊരു തേങ്ങ ഒന്ന് പൊട്ടി. അപ്പം നമ്മുടെ അരിയെല്ലാം ഞാൻ ഇച്ചിരിയേറെ അരി ഇട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും കൊടുക്കണ്ടായത് കാരണം നമുക്ക് ഈ അരി ഒന്ന് വെന്തൊന്നു. അരി ഒരു വിധം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു 2 മിനിറ്റ് കൂടി ഇതൊക്കെ ഇടക്കട്ടെ, എന്നിട്ട് വാർക്കാം. നമുക്ക് വലിയ കലവ എനിക്ക് വാർക്കാൻ പേടിയെങ്കിലും നോക്കട്ടെ. അപ്പം നമുക്ക് കുറച്ച് തേങ്ങ തിരുമ്മിട്ടെടുക്കാം. ഞാനങ്ങനെ തേങ്ങ എല്ലാം തിരുമ്മിയെടുത്തു. ഇപ്പം നമ്മൾ തോരനാണെങ്കിൽ ഇത്രയും തേങ്ങായും എടുത്ത് ഒരു ശകലം മുളക് പൊടിയും ഇട്ട്
ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇതിനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. പിണ്ടിക്ക് ഞാൻ ഇത്രയും വെളുത്തുള്ളിയും കൂടെ ഉണ്ട്. അപ്പം നമുക്കിതൊന്ന് ചോറ് കിടക്കുന്ന അത് വാർക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ ഇരിക്കുന്ന തേങ്ങ ആരാ തിരുവുന്നത്. ഇവിടെ രാമേട്ടനിപ്പം ഒരു ജോലിയില്ലാതെ ഇവിടെ ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇച്ചിരി തേങ്ങ തിരുമ്മാൻ പറഞ്ഞു. അങ്ങനെ രാമേട്ടനാ തേങ്ങ തിരുമുന്നത്. ജോലിയൊന്നും ഇല്ലല്ലോ. ഇപ്പം ഇവിടെ നാട്ടിൽ വന്നുകൊണ്ട് ഒരു ജോലിയും ചെയ്യാതെ ചുമ്മായിട്ട് മൊബൈലും കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇച്ചിരി തേങ്ങ തിരുമണം. അപ്പം അങ്ങനെ പുള്ളി അവിടെ വീഡിയോയ്ക്കകത്ത് കാണുന്നതിന് അപ്പുറത്ത് നിന്ന് അതിൻ്റെ അപ്പുറത്തിരുന്ന് തിരുമുണ്ട്. അതാ ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഞാൻ തോരനുള്ള തേങ്ങ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തോരൻ പാത്രത്തിനകത്തോട്ട് ഇതിനകത്തോട്ടൊന്നിടാം. ഇട്ടിട്ട് നമുക്ക് തോരൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം നമ്മുടെ അരപ്പിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് ഇനി അതൊരു നല്ല ആവിയിൽ ഇതൊന്ന് വേവട്ടെ. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ അരി ഒന്ന് വാർത്തെടുക്കാം. അപ്പം നമ്മുടെ പിണ്ടിത്തോരൻ നമുക്കൊന്ന് തുറന്നു നോക്കാം. പിണ്ടിത്തോരനല്ല ഇച്ചിരകം കൂട്ടി വെച്ച് ഈ പിണ്ടിയൊക്കെ തോരൻ വയറിന് നല്ലതാണെല്ലാവരും പറയും. പണ്ടൊക്കെ ഉള്ള ഞങ്ങളുടെ അമ്മയൊക്കെ വെക്കുമായിരുന്നു. അന്ന് തന്നെയല്ല എല്ലാവരും വെക്കും. പഴയ നാട്ടിലൊക്കെയാണ് എല്ലാവരും. പിന്നെ ഇതിൻ്റെ ഒരു നൂലുണ്ട്, അതങ്ങ് കടുത്ത് കളഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല തോരൻ. പിന്നെ നമുക്ക് ഉള്ളിപ്പുളിയും വെക്കണം, ഒരു രസവും വെക്കണം. അവരൊക്കെ ഉള്ളത് കൊണ്ടാണ്. അല്ലേ ഞാനും രാമേട്ടനും ഉള്ളെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടാൻ, അല്ലേ 2 കൂട്ടാൻ, അതിൽ കൂടുതലൊന്നും വെക്കട്ടെ. അപ്പം അതിൻ്റെ ഒരു ശകലം വെള്ളമുണ്ട്, അതൊന്ന് തോരട്ടെ. നമുക്ക് ഇനിയും കുറച്ച് ഉള്ളി ഒന്ന് പൊളിക്കാം. ഉള്ളിത്തോരൻ ഇച്ചിരി തേങ്ങയും വറുക്കാം. അപ്പം പിണ്ടിത്തോരനെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയും നമുക്ക് ഈ അടുപ്പിലോട്ട് ഇച്ചിരി തേങ്ങ ഒന്ന് വറക്കാം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങ ഇച്ചിരി ഒന്ന് ഇതിനകത്ത്. അപ്പം ഞാൻ ഉള്ളി ഇട്ടിട്ട് ഇത് ഞാൻ പറഞ്ഞ ഉള്ളി തോരനെന്നാ ഉള്ളിപ്പുളിക്ക് പുളി വെക്കാനായിട്ട് ഞാൻ അന്നേരം എന്താ ഞാൻ ഇച്ചിരി ഉള്ളി തീയൽ വെക്കാൻ ഇങ്ങനെ തേങ്ങായി വരയ്ക്കും. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ച് ഉള്ളി തന്നിട്ട് ഒരു ഉള്ളിപ്പുളി. അപ്പം നമ്മൾ തേങ്ങായും ഒരു ശകലം കരിയാപ്പിലയും ഒരു ഉള്ളിയും കൂടി ഇട്ടാൽ ഇത് ഒന്ന് മൂപ്പിക്കുന്നത്. ഇനി ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നമുക്കിതിന് വാങ്ങും. തേങ്ങ ഒന്ന് മൂക്കട്ടെ.